SBIയുടെ CDMൽ ബാങ്ക് അവധി ദിവസങ്ങളിൽ പോകാതിരിക്കുക. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBIയുടെ CDMനെ കുറിച്ചാണ്. അതായത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓടിപ്പോയി CDMൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ ദുഃഖത്തോടു കൂടി, സങ്കടത്തോടു കൂടി, നിരാശയോടു കൂടി തിരിച്ചു പോരേണ്ടി വരും. കാരണം ടച്ച് വർക്ക് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഞാൻ അവരെ കുറ്റപ്പെടുത്താനോ SBIനെ മോശമാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അനുഭവം, നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു അനുഭവം പറയാം. നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവാം. കാരണം SBI അക്കൗണ്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോട് കൂടി പോവായിരിക്കും. കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടച്ച് വർക്ക് ചെയ്യില്ല, നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. എന്നാൽ അവർക്ക് പറയുന്നത് എല്ലാ ബാങ്കുകളും ഈ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ മാത്രം അല്ല എന്നുള്ളത്. ഒരിക്കലും അല്ല. കാരണം ഞാൻ എൻ്റെ SBI അക്കൗണ്ടിലുള്ള തൊട്ടടുത്ത CDMൽ പോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി അനുഭവം ഉണ്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് HDFCയിൽ അക്കൗണ്ട് ഉണ്ട്. HDFC മലപ്പുറം ബ്രാഞ്ചിൽ പോയി സുഖസുന്ദരമായിട്ട് ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവർക്ക് ഈ നിയമം ബാധകമല്ലേ എന്നുള്ളതാണ്. ഈ SBI ഇതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓഫാക്കിയിട്ടുള്ള കാരണം, അതായത് അനധികൃതമായ പണമിടപാട് തടയുന്നതിന് വേണ്ടിയാണ് അവർ പറയുന്നത്. കാരണം SBIയിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ATM കാർഡ് ഇല്ലെങ്കിലും നമ്മളെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ നമ്മളെ നമ്പർ തന്നെ കൊടുക്കുന്നില്ല, ഏതെങ്കിലും ഫോൺ നമ്പറും ആർക്കാണ് ക്യാഷ് അയച്ചു കൊടുക്കേണ്ടത് അവരെ SBIയുടെ അഥവാ SBI അക്കൗണ്ട് നമ്പറും ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. ചുരുക്കത്തിൽ കാർഡ്ലെസ് ഡെപ്പോസിറ്റ് ഇപ്പോഴും അവരുടെ മെഷീനിൽ SBIയിൽ എനേബിൾ ആയി കിടക്കുകയാണ്. അപ്പോൾ കാർഡില്ലെങ്കിലും SBI കാർഡില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. എന്നാൽ ഫെഡറൽ ബാങ്കിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കുറച്ച് മുമ്പ്. നമുക്ക് കാർഡില്ലെങ്കിലും ഫോൺ നമ്പറും അതുപോലെ തന്നെ ബാങ്കിൻ്റെ, ഫെഡറൽ ബാങ്ക് ആകുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് വേണം. അപ്പോൾ ആ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് കാർഡില്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ അവരുടെ ശ്രദ്ധയിലും ആളുകൾ ഇങ്ങനെ മൊബൈൽ നമ്പർ അടിക്കുന്നു, അക്കൗണ്ട് നമ്പർ അടിക്കുന്നു, ക്യാഷ് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർക്കൊരു സംശയം തോന്നി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു, ഇപ്പോൾ കാർഡ്ലെസ് ഡെപ്പോസിറ്റ് അവരെന്ത് ചെയ്തു, ഡിസേബിൾ ചെയ്തു, ഒഴിവാക്കി. അല്ലാതെ ശനി ഞായർ ദിവസങ്ങളിൽ, മറ്റ് ബാങ്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ബാങ്കോ ഇതിൻ്റെ ഈ CDM മെഷീൻ ഓഫാക്കല്ല അവർ ചെയ്തത്. അവർ ചെയ്തത് എന്താ, അവർ ബുദ്ധിക്ക് കളിച്ചു. അവർ ചെയ്ത പണി, കാർഡില്ലാതെ ഇനി ഞങ്ങളെ മെഷീനിൽ, അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു മെഷീനിലും ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ചെറിയൊരു മാറ്റാണ് സോഫ്റ്റ്വെയറിൽ വരുത്തിയിട്ടുള്ളൂ. അല്ലാതെ ഇത് ഓഫാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കാർഡുള്ളവർക്ക്, അതായത് അവരെ വാല്യുബിൾ കസ്റ്റമറാണ് അല്ലേ, അപ്പോൾ